അപൂർവങ്ങളായ നേതാവിൽ ഒരാളാണ്. സ്കൂളിൽ പഠിച്ച കാലം മുതൽ ലീഡർ എന്ന് കേൾക്കുമ്പോൾ ഒരു ഹരമാണ് അന്ന്. ലീഡർക്ക് പകരം വയ്ക്കാൻ ലീഡർ തന്നെ മാത്രമേ ഉള്ളൂ. ലീഡർക്ക് പകരം വയ്ക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. അപൂർവ നേതാക്കളിൽ ഒരാളാണ് ലീഡർ. ലീഡർക്ക് അപ്പുറം ഒരാളില്ല. ലീഡർ ഒരാളേ ഉള്ളൂ, അത് ലീഡർ തന്നെയാണ്. ഇത്രയും വലിയൊരു ആവേശം ഞങ്ങൾക്ക് തന്ന ഒരു മനുഷ്യൻ, ഒരു നേതാവ്, അപൂർവങ്ങളായ നേതാവിൽ ഒരാളാണ്. ശരിക്കും നമ്മുടെയൊക്കെ ഏറ്റവും കൂടുതൽ ഈ പ്രസ്ഥാനത്തോട് ചേർന്നത് തന്നെ ലീഡർ എന്ന ഒരു മഹാമനുഷ്യൻ്റെ പേരുച്ചരിച്ചുകൊണ്ടാണ്. എത്രയോ പരിപാടികളിൽ അദ്ദേഹത്തിന് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ നടപ്പും ഓരോ പെരുമാറ്റവും മറ്റ് കൂടെ നിൽക്കുന്ന നേതാക്കളോടുള്ള അടുപ്പവും അവരെ കൂടെ ചേർത്ത് നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അപാരമായ ഒരു കഴിവ് പ്രശംസനീയമാണ്. ഈ ഒരു ഘട്ടത്തിൽ, ഈ ദിനത്തിൽ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തിക്കായി പ്രാർത്ഥിക്കും. ലീഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരു, എൻ്റെ പിതാവ് പോലെയാണ് ലീഡർ. കാരണം 8-1 കേരളത്തിൻ്റെ 8-1-9 വരെ കുട്ടിയിട്ട് മക്കളുണ്ടാക്കി വന്ന ഒരു കഴിവും ചങ്കുത്വം ഉള്ളതാണ് ലീഡർ. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അദ്ദേഹം വളർത്തിയെടുത്ത് വന്നതാണ്. അതാണ് കുട്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലീഡർ പോയിട്ടേ ഉള്ളൂ. പാർട്ടി പ്രവർത്തകൻ്റെ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും എപ്പോഴും ലീഡർ അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കലും ലീഡർ ഞാനൊരു നേതാവാണ്, അതുകൊണ്ട് താഴെത്തട്ടിൽ അനുയായികളെ കാണില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തന്നെ കിടന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുവാനും അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുവാനും അദ്ദേഹത്തെ കാണുവാനും ഒക്കെ എല്ലാവർക്കും എല്ലാ സമയത്തും അവസരമുണ്ടായിരുന്നു. ലീഡർ ഒരിക്കലും ഒരു നേതാവായിരുന്നില്ല. പ്രവർത്തകരോടൊപ്പം നിൽക്കുന്ന ഒരു സഹപ്രവർത്തകൻ എന്ന രീതിയിലാണ് എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത്. ലീഡർ ഒരു പ്രവർത്തകരോടൊപ്പം നിന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണസമയത്തും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്തും ഒക്കെ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ആളുകളുണ്ടായി. അദ്ദേഹത്തെ ഈ പാർട്ടി തിരിച്ചു കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുവാനും ഈ പാർട്ടിക്കകത്ത് ഒരുപാട് നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ഒക്കെ ലീഡർ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെ ഉണ്ടായതാണ്. അദ്ദേഹം ഒരു ലീഡറല്ല, ലീഡറാണ്. നേതാക്കന്മാരുടെ നേതാവായിരുന്നു അദ്ദേഹം. ഒരു രാഷ്ട്രീയ ഭീഷ്മാചാര്യനായിരുന്നു. ഇത്രയും കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞ് ഐക്യമുന്നണി സംവിധാനം രൂപപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായി 9 MLA-മാരുമായി നിയമസഭയിൽ വന്നപ്പോഴും EMS-നെ പോലുള്ള പ്രഗത്ഭരായ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണം, അപ്പുറത്തിരിക്കുന്നത് കരുണാകരനാണ്, അവർ 9 ഉള്ളെന്ന് പറഞ്ഞ് നിങ്ങൾ നിസ്സാരമായി കാണരുതെന്ന് പറഞ്ഞു. ആ 9 MLA-മാരെ വെച്ചുകൊണ്ട് തൊട്ടടുത്ത ഇലക്ഷനിലേക്ക് UDF-ന് അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് ലീഡറുടെ നേതൃപാടവമാണ്. ആ നേതൃപാടവത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിച്ചാണ് അദ്ദേഹത്തിന് ഇത് കൈവരിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഐക്യമുന്നണി രൂപപ്പെടുത്തുന്ന സമയത്ത് വിവിധങ്ങളായ സംശയങ്ങളും ആശയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി എന്ന സംവിധാനം ഉണ്ടാക്കുകയും അതുവഴി കേരളത്തിൽ UDF-ന്റെ ഭരണം പിടിച്ചെടുക്കുവാൻ സഹായമായതൊക്കെ ലീഡറുടെ കാഴ്ചപ്പാടുകളാണ്, ഉറച്ച നിലപാടുകളാണ്. സ്കൂളിൽ പഠിച്ച കാലം മുതൽ ലീഡർ എന്ന് കേൾക്കുമ്പോൾ ഒരു ഹരമാണ് അന്ന്. കരുണാകരൻ സാറെന്ന് കേൾക്കുമ്പോൾ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭീഷ്മാചാര്യനും എന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല അനുഭവമാണ് അദ്ദേഹം. നല്ലൊരു ഭരണാധികാരിയാണ്. നല്ല ഒരു ലീഡർ എന്നുള്ള പേരിന് എന്തുകൊണ്ടും അർഹനാണ്. കേരളത്തിലെ ഐക്യജനാധിപത്യ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത രാഷ്ട്രീയത്തിൻ്റെ എല്ലാ തലങ്ങളിലും വിരാജിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിൽ വളർത്തിയെടുത്ത ഒരു മഹാപ്രതിഭയായിരുന്നു. കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു മഹാപ്രതിഭയായിരുന്നു. ഇന്ത്യയിൽ ഭരണാധിപൻ പ്രധാനമന്ത്രി ആരെന്ന് തീരുമാനിക്കുവാൻ വരെ കഴിവുണ്ടായിരുന്ന ഒരു കിങ് മേക്കറായി, രാഷ്ട്രീയ ഭീഷ്മാചാര്യനായി ആയിരുന്നു ലീഡർ. കേരളത്തിൽ നഷ്ടപ്പെട്ട ഒരു വലിയൊരു ഭീഷ്മാചാര്യനാണ്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒട്ടനവധി വികസനങ്ങൾ പാലക്കാട്ടേക്ക് തന്നിട്ടുണ്ട്, ചോദിക്കാതെയും ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് കരുണാകരൻ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട
ഒരു സമൂഹത്തിൽ വേണ്ടപ്പെട്ട ആളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഓർമ്മിക്കാൻ. അദ്ദേഹം നല്ല നല്ല കാര്യങ്ങളെല്ലാം നല്ല ഉറച്ച തീരുമാനമെടുക്കുന്നതും, അതുപോലെ തന്നെ പാർട്ടിക്കാരായാലും പ്രവർത്തകരായാലും സാധാരണക്കാരായിരുന്നാലും ജനങ്ങളെല്ലാം ഒരുപോലെ സ്നേഹിച്ച് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ലീഡർക്ക് പകരം വയ്ക്കാൻ ലീഡർ തന്നെ മാത്രമേ ഉള്ളൂ. ലീഡർക്ക് പകരം വയ്ക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ലീഡർ എന്ന് പറയുന്നത് വരും തലമുറകൾ പോലും ഓർത്തു വയ്ക്കുന്ന നിരവധി കാര്യങ്ങൾ ഇന്നും നമുക്ക് സ്പഷ്ടമായി കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഈ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവ് എന്ന നിലയിൽ, INTUC-യുടെ സ്ഥാപക നേതാവ് എന്ന നിലയിൽ തന്നെ ഇന്ന് ഈ തൊഴിലാളി പ്രസ്ഥാനം ഈ കേരളത്തിലുള്ളതിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഒരാളെന്ന് പറയുന്നത് ശ്രീ ലീഡർ കെ കരുണാകരൻ. അപ്പോൾ അത് തൊഴിലാളി വിഭാഗം അധസ്ഥിത വർഗത്തിൽ നിന്നും തൊഴിലാളികളെ ഉന്മന്നത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത ഒരു എഫർട്ട് ചെറുതല്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് കാണുന്ന എത്ര വികസന പദ്ധതികൾ, അതുപോലെ കണ്ണൂർ എയർപോർട്ടായാലും കൊച്ചി എയർപോർട്ടായിരുന്നാലും ഗോശ്രീ പാലമായിരുന്നാലും എന്ന് വേണ്ട ഇങ്ങറ്റത്തുള്ള വിഴിഞ്ഞം തുറമുഖ പദ്ധതി വരെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ വന്നതാണ്. ലീഡർ എന്ന് വെച്ചാൽ ലീഡർക്ക് പകരം ആരുമില്ല. ഈ സൂര്യനും ചന്ദ്രനും അസ്തമിക്കുന്നവരെ ലീഡറുടെ പേര് എന്ന് നിൽക്കും. കാരണം ലീഡറെ ചീത്ത വിളിക്കുന്നവർ, അസഭ്യം പറയുന്നവർ പിറ്റേ ദിവസം പോയാൽ ഇരുത്തി ആഹാരം കൊടുക്കാൻ പറയും. ആ സന്മനസ് വേറെ ആർക്കുമില്ല. ഞാനൊരു തമിഴ്നാട്ടിൽ നിന്നാണ്. എന്നെ ഒരു മകനെ പോലെ വളർത്തി പാർട്ടിയിൽ കൊണ്ടു നിർത്തി. എന്ത് പ്രശ്നം വന്നാലും ന്യായമായ കാര്യം. എനിക്ക് 2 പ്രാവശ്യം ജോലി തന്നു. എനിക്ക് ജോലി വേണ്ടാന്ന്. അത് അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ആരുമില്ല. ലീഡർ പഠിക്കേണ്ട ഒരു റെഡി റെക്കണറാണ്. അപൂർവ നേതാക്കളിൽ ഒരാളാണ് ലീഡർ. ലീഡർക്ക് അപ്പുറം ഒരാളില്ല. ലീഡർ ഒരാളേ ഉള്ളൂ, അത് ലീഡർ തന്നെയാണ്. പിന്നെ ഇത്രയും പ്രവർത്തകരെ സ്നേഹിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടി സാറേ ഉള്ളൂ. ഇവർ രണ്ടുപേരെയും ഒരിക്കലും നമ്മളെ കേരളത്തിന് മറക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി സാറ് ഒരു പ്രവർത്തകനൊരു വേദന എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിരിക്കും. പ്രവർത്തകരെ സ്നേഹിക്കുകയും സാധാരണ ജനങ്ങളെ, ഈ കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു അതികായകനായ കോൺഗ്രസ് നേതാവാണ്. കേരളത്തിൽ അദ്ദേഹത്തിന് അപ്പുറത്ത് വേറൊരു നേതാവ് നാട്ടിൻ പ്രദേശത്തെ സാധാരണ കർഷകരെയും കൃഷിക്കാരനെയും തൊഴിലാളികളെയും കോൺഗ്രസ് പ്രവർത്തകരെയും സ്നേഹിച്ചിട്ടുള്ള നേതാവ്. അവർക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി സാധാരണ ജനവിഭാഗങ്ങളുടെയിൽ അവരുടെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ പരിഹാരം കാണുന്നതിന് എന്നും ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു ജനകീയനായ നേതാവാണ്. പാർട്ടി പ്രതിപക്ഷത്തെ 9 പേരുമായി ഇരുന്നപ്പോൾ പോലും ആ 9-ൽ നിന്ന് കഴിഞ്ഞ വന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബഹുഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് അഹോരാത്രം പണിപ്പെട്ട കേരളം കണ്ടതിൽ വെച്ച്, അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയും തൊഴിലാളി വർഗത്തിനിടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവാണ് ലീഡർ. ഒരു ജനകീയനായ മുഖ്യമന്ത്രിയും ഒരു ചടുലതയോടുകൂടി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയും ഒരു തൊഴിലാളി നേതാവുമായിരുന്നു ശ്രീമാൻ ലീഡർ. അദ്ദേഹത്തിൻ്റെ ആ ഭരണശൈലിയും ആ തൊഴിലാളി സംഘടന പാഠവും ഇളം തലമുറ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.